ഇത് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്ന് ക്ലീനിങ്ങാണ്. ഇന്ന് കംപ്ലീറ്റ് ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വ്ളോഗ് ക്ലീനിങ് ആണ്. വീട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ, അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാമല്ലോ. ചുമ്മാടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കേട്ടോ കമൻറ്റിൽ. ഓക്കെ, എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യാം. കുറേ ഉണ്ട്, പൊടി പൊട്ട്, ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ കണ്ടോ. ഇതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇന്ന് സെറ്റാക്കുന്ന വീഡിയോ ആണെന്ന് കണ്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഹീറ്ററിൻ്റെ അകത്തൊക്കെ ഈ തുണിയൊക്കെ ഇടൂ? കണ്ടോ, ഇവിടെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി, തണുപ്പിൽ നിന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഹീറ്റർ, അതിൻ്റെ മുകളിൽ നിന്ന് ഇത് ഒരുപാട് വെറ്റായിട്ടുള്ളതല്ല, നന്നായിട്ട് ഉണങ്ങിയതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് 2 സ്ലൈഡ് ജാനിയുടേതാണ്. ജാനിക്കുട്ടിയാണെങ്കിൽ ഇതാ കണ്ടോ, ജാനിക്കുട്ടിയുടെ തല നോക്കിക്കൊടുക്കുകയാണ് അമ്മ. അപ്പോൾ ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് കുളിക്കാനുള്ള സെറ്റപ്പാണ്. ഞാനീ ഒരു ഹായ് പറ. കണ്ടോ, എന്നത്തെ റൂം എത്രയും കൂടെ തൂത്ത് കൂട്ടിയപ്പോൾ ഉള്ള പൊടിയാണ്. കണ്ടോ, ഇത്രയും പൊടിയുണ്ട്. ബാത്റൂമൊക്കെ ഓൾറെഡി ക്ലീനാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഇരിക്കുകയാണ്. ജാൻവി കഴിഞ്ഞു. ഇനിയിപ്പം ഈ റൂമിൻ്റെതെല്ലാം ഓൾറെഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം അടുക്കി പറക്കും ബഹളങ്ങളേ ഉള്ളൂ. അവിടെ ജാനിയുടെ തല നല്ല ഹോട്ട് മസാജൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും അടുത്ത റൂമിലേക്ക് കിടക്കാം. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പം ഒരു ഇത് തോന്നും, കംപ്ലീറ്റ് ചവറ. എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ ഇത് പറയുന്നതല്ലല്ലോ. ഇവിടെ കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് ഒരു ഇതില്ലാത്ത രീതിയിൽ കിടക്കുക. അതൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത് യെസ്, ആരെങ്കിലും ഇത് അടിച്ചു വരുന്ന സമയത്ത്, നമ്മുടെ റൂമും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മൂളിപ്പാട്ട് പാടാറുണ്ടോ? അല്ല, മൂളിപ്പാട്ടൊക്കെ പാടി ചിലപ്പം ശൂളം പിടിയൊക്കെ കാര്യം. അപ്പോൾ നമുക്ക് നമ്മളുടെ എന്താ പറയുക, ഇതങ്ങോട്ട് തീരുന്നത്, അതായത് പണി തീരുന്നത് അറിയത്തില്ല. പെട്ടെന്ന് നമ്മൾ ഈ മൂളിപ്പാട്ടും കാര്യങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി. സിമ്പിളാണ്. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് മുമ്പ് എന്നോട് ഒരു ഡോക്ടർ പറയുമായിരുന്നു കേട്ടോ, ഈ എന്താണ് തടി കുറയാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ രാവിലെ മുറ്റമടിക്കും. അതും ചെറിയ കുറ്റിച്ചൂല് വെച്ചിട്ട്, ഇത്രയുള്ള ഒരു കുറ്റിച്ചൂല്, ഇതല്ല ഈ ചൂലല്ല, ഈർക്കിൽ ചൂലാണ്. ഈർക്കിൽ ചൂല് വെച്ചിട്ട് ഇങ്ങനെ തൂക്കുന്നു. അപ്പോൾ വയറൊക്കെ വന്ന് ഇങ്ങനെ ബെൻഡായി വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഫാറ്റൊക്കെ ബേണായി പോകാൻ വേണ്ടി നല്ലതാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. ഞാനത് ഓർക്കുന്നു. ഉണ്ടാവും അത്യാവശ്യം ചവറ് ഇവിടെ ഉണ്ട്, നല്ല ചവറുണ്ട്. ഈ ചവറെല്ലാം, ചവറ് മീൻസ് പൊടിയും മുടി മെയിനായിട്ടുള്ള വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാവരുടെയും മുടിക്ക് ഭയങ്കര ആരോഗ്യമുള്ളതുകൊണ്ടായി. പ്രത്യേകിച്ച് എനിക്ക് മുടി കൊഴിച്ചിലില്ലാത്തതുകൊണ്ടാകാം ഇത്രയും മുടി. കണ്ടോ, തൂത്ത് കണ്ടോ, ഇത്രയായി. അങ്ങനെ ഒരുവിധം ഈ റൂം അടിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ഈ കോർണർ ഇത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് അടുത്തത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. വൈദ്യുതി
പാഴാക്കാൻ പാടില്ല. ചുമ്മാ പാടിയതാണ് പാട്ട്. ഞാൻ ഈ പാട്ട് പാടി ഈ വീട്ടു ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ബോറായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ക്ലീൻ. ഇത്ര പെട്ടെന്നാണല്ലേ ഇതൊക്കെ. ഇതൊരു വുഡൻ ടൈപ്പ് ടൈലാണ്. മീൻസ് ഫ്രെയിം, എന്താ പറയുക, ലാമിനറ്റിക് ടൈലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചൂല് വെച്ചിട്ട് തൂക്കാൻ വേണ്ടി എളുപ്പം. സാധാരണ നമ്മുടെ നാട്ടിലെ ടൈലല്ല, ഇത് വുഡൻ ഒരു ലാമിനറ്റിക് ടൈൽ ആയതുകൊണ്ട് തന്നെ എളുപ്പം പറ ഇത് ചവറുകളൊക്കെ പൊടികളൊക്കെ കറക്റ്റ് ചെയ്ത് വരും. കണ്ടോ, ഫിനിഷ്. ബാത്റൂം ഓൾറെഡി ക്ലീൻ ആണ്, പക്കയാണ്, ക്ലീനാണ്. പക്ഷേ താഴെ കുറച്ച് പൊടികളുണ്ട്. പൊടികളെ ക്ലിയർ ചെയ്യണം. ഇതെല്ലാം പൊടി തൂത്ത് കളഞ്ഞതിന് ശേഷം വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഇതിനകത്ത് ഇത് ചെയ്യണം, എന്താ പറയാ, ഡെറ്റോൾ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യണം. ഇതാ ഉപയോഗിക്കുന്നത് ഡെറ്റോൾ. സൂപ്പർ സാധനം. ഇത് നമ്മൾ അടിക്കുക, പൊക്കുക, അവിടെ അടിക്കുക, നെക്സ്റ്റ് ഇതാക്കുക, അടുത്ത ഭാഗത്ത് ഓടിക്കുക. നമ്മൾ എവിടെയൊക്കെ അടിക്കുന്നോ അവിടെയൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇത് തുടച്ച് റെഡിയായി. ഈ രണ്ട് റൂമിലെ ബാത്റൂമും ഈ ബാത്റൂമും ആ റൂമും ഈ ഏരിയയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാളും. അതൊരു വൈഡായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് പണിപ്പെടണം. അപ്പോൾ അതിൽ ഉണ്ടോ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ മീൻസ് ബാക്കിയൊക്കെ ക്ലീൻഡാണ്. പക്ഷേ താഴെ കിടക്കുന്ന കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാക്കുന്നതാണ്. അപ്പം ഇന്ന് മുതൽ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക്, എൻ്റെ പ്രേക്ഷകർക്ക്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു പാട്ട് ഞാൻ പാടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണം എന്ന് ആലോചിച്ചിട്ടിങ്ങനെ നമുക്ക് ഈ ഏരിയ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് ഒരു പോർഷനിൽ കൊണ്ട് കൂട്ടുന്നൊരു പ്രവൃത്തിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും മൊബൈൽ എവിടെയെങ്കിലും വെക്കാം, എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. മീൻസ് ഒരു സെക്കൻഡ്, 1 സെക്കൻഡ്. ഇത് താഴെ എവിടെയെങ്കിലും വെക്കാം. ഞാൻ നമുക്ക് കാണാൻ പറ്റില്ലല്ലേ, ഇവിടെ വെച്ചാൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വെച്ചാൽ കുറച്ചൊക്കെ കാണാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ താഴെ വീട് പൊട്ടാതില്ല കൊള്ളാം. തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒരുപാട് പൊടിയുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പൊടി. എവിടുന്ന ഈ പൊടി എന്നറിയില്ല.
പൊന്നു പമ്പയിൽ പണവനോദനം അപ്പം അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ആ പാട്ട് ഞാൻ ആലപിക്കുകയാണ്. ഓക്കെ, ഞാൻ പാടാൻ പോകുന്ന പാട്ട് മോഹൻലാലിന്റെ തേന്മാവൻ കുമ്പത്തിലെ ആ സോങ് പാടിയല്ലോ. കള്ളിപ്പൂങ്കുയിലെ കണ്ണിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, കള്ളിപ്പൂങ്കുയിലെ കണ്ണിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ കാനനം നീളമി പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. അപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ്ങോടെ കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ബോറടിച്ചു എന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം, നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പ്രചോദനമാണ്, എൻ്റെ ഗിഫ്റ്റാണ്, ഗോഡ് തന്നൊരു ഗിഫ്റ്റാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുണ്ടെങ്കിലേ പറ്റൂ, നിങ്ങളുണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.